അമേരിക്കയിലെ ജോർജിയയിൽ ഇന്ത്യൻ വംശജയും ഗൂഗിളിലെ മുതിർന്ന എഞ്ചിനീയറിംഗ് ജീവനക്കാരുമായ ശീതൾ ബ്രസിയൻ കുടുംബ വീട്ടിൽ വെച്ച് ഭർത്താവിന്റെ വെടിയേറ്റു മരിച്ച ദാരുണമായ സംഭവം പ്രവാസി മലയാളി സമൂഹത്തെയും ആഗോള സാങ്കേതിക ലോകത്തെയും ഒരുപോലെ നടുക്കിയിരിക്കുകയാണ്. ചൊവ്വാഴ്ച രാത്രി 8 അറ്റ്ലാന്റയ്ക്ക് സമീപമുള്ള സ്മിറിയയിലെ വീട്ടിലുണ്ടായ വെടിവെപ്പിൽ ശീതളിന് പുറമെ അവരുടെ 23 വയസ്സുകാരനായ മകൻ ജെയ്സൺ ബ്രസിയനും ഗുരുതരമായി വെടിയേറ്റ നിലയിൽ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. വെടിയേറ്റു കേട്ടെത്തിയ കോം കൗണ്ടി പോലീസ് വീടിനുള്ളിൽ വെടിയേറ്റ നിലയിൽ ശീതളിനെയും വീടിന് പുറത്ത് രക്തത്തിൽ കുളിച്ച നിലയിൽ ജേസനെയും കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ ശീതളിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദാരുണമായ ഈ സംഭവത്തിൽ പ്രതിയായ ഭർത്താവ് വെസ്രിയനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോം കൗണ്ടി അഡൾട്ട് ഡിറ്റൻഷൻ സെന്ററിൽ പാർപ്പിച്ചിരിക്കുകയാണ്. കുടുംബ പ്രശ്നങ്ങളും ഗാർഹിക കലഹവുമാണ് ഈ ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 2 പതിറ്റാണ്ടിലേറെയായി സാങ്കേതിക മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ശീതൾ ഗൂഗിൾ എഞ്ചിനീയറിംഗ് രംഗത്തെ നേതൃത്വ ചുമതല വഹിക്കുന്നതിനോടൊപ്പം കാലാവസ്ഥാ സാങ്കേതിക വിദ്യ, ധനകാര്യ സാങ്കേതിക വിദ്യ, മൊബൈൽ വെബ് സാങ്കേതിക വിദ്യകൾ, മാർക്കറ്റിംഗ്, ടെക്നോളജി, ഇ-കൊമേഴ്സ് തുടങ്ങിയ നിരവധി മേഖലകളിൽ തനതായ മുദ്ര പതിപ്പിച്ചിരുന്നു. ഇംഗ്ലണ്ട്, ഇന്ത്യ, ഘാന എന്നിവിടങ്ങളിൽ ബാല്യകാലം ചെലവഴിച്ച ശേഷം അമേരിക്കയിലേക്ക് കുടിയേറിയ ഇവർ ജോർജിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസ് ബിരുദം നേടുകയും 2 സോഫ്റ്റ്വെയർ പേറ്റന്റുകളുടെ സഹ ആവിഷ്കർത്താവായി മാറുകയും ചെയ്തു. കൂടാതെ ജോർജിയ ടെക്നോളജി ഓഫ് കമ്പ്യൂട്ടിംഗിന്റെ അഡ്വൈസറി ബോർഡിലും അൽമനി അസോസിയേഷന്റെ ബോർഡ് ഓഫ് ട്രസ്റ്റിലും അവർ സജീവമായി പ്രവർത്തിച്ചിരുന്നു. ഭർത്താവും മക്കളായ ജേസൺ, ജസീക്ക എന്നിവർക്കൊപ്പം അറ്റ്ലാന്റയിൽ സന്തോഷത്തോടെ കഴിയുകയാണെന്ന് പുറമെ തോന്നിച്ച ഒരു കുടുംബത്തിലാണ് ഈ ക്രൂരത നടന്നത്. ഉയർന്ന കരിയറും വിദ്യാഭ്യാസവുമുള്ള പ്രവാസി കുടുംബങ്ങളിൽ പോലും ഗാർഹിക പീഡനങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും എത്രത്തോളം ആഴത്തിൽ വേരോടിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ ദുരന്തം. അനേകം യുവ എഞ്ചിനീയർമാർക്ക് മാതൃകയായിരുന്ന ഒരു പ്രതിഭയുടെ അകാലത്തിലുള്ള ഈ വേർപാട് ലോകമെമ്പാടുമുള്ള പ്രവാസികൾക്ക് വലിയൊരു ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.